ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, 7 തിരുവചനങ്ങളുള്ള 120-ാമത്തെ സങ്കീർത്തനം നമുക്ക് ധ്യാനിച്ചാലോ? ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് വഞ്ചകരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. വ്യാജത്തിനും സംഘർഷത്തിനും എതിരായിട്ടുള്ള ഒരു നിലവിളി. സങ്കീർത്തകൻ ചെയ്യുന്നത് അവന്റെ കഷ്ടതയിൽ കർത്താവിനോട് അവൻ നിലവിളിക്കുകയാണ്. അവൻ നിലവിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വ്യാജമുള്ള അധരങ്ങളിൽ നിന്നും വഞ്ചനയുള്ള നാവിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവൻ അഭ്യർത്ഥിക്കുന്നു. അവൻ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവൻ യുദ്ധം ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിലാണ് താമസിക്കേണ്ടി വരുന്നത്. അതവൻ ദൈവത്തോട് വിലപിക്കുകയാണ്. മേശക്കിലും കേദാറിന്റെ കൂടാരങ്ങളിലും വസിക്കുന്നത് കൊണ്ട് എനിക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് സങ്കീർത്തകൻ സങ്കടപ്പെടുകയാണ്. ഇവ ശത്രുതാപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെയാണ് പ്രതീകമായിട്ട് പറയുന്നത്. സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് അവൻ നിരീക്ഷിക്കുന്നു. വിശ്വാസികള് ശത്രുതാപരമായിട്ടുള്ള ലോകത്ത് അഭയം തേടുന്നതിനെ അവൻ മുൻകൂട്ടി കാണുകയാണ്. അപ്രകാരം ചെയ്യാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരികയും സമാധാനം പ്രാപിക്കുകയും ചെയ്യണമെന്ന് സങ്കീർത്തകൻ അഭ്യർത്ഥിക്കുന്നു. യഥാർത്ഥ സമാധാനമായ ഈശോയെ, ലോകത്തിൽ സമാധാനം തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിലും സമാധാനം തരണം. അങ്ങാണ് സമാധാനത്തിന്റെ ദാതാവ്. നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം. ദൈവം, ഇന്നത്തെ ദിവസം എനിക്ക് സമാധാനത്തിൽ ജീവിക്കുവാൻ, സമാധാനമായിട്ടുള്ള കർത്താവിനെ അനുഭവിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.